ബിഗ് ബോസ് സീസൺ 4 ഫെയിമായിട്ടുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 5ൻ്റെ വിന്നറായിട്ടുള്ള അഖിൽ മാരാറിൻ്റെയും കാർ കളക്ഷനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഡോക്ടർ റോബിനെയും അഖിൽ മാരാറിനെയും ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് അടിച്ച് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ആരും വീഡിയോ ലൈക്ക് അടിക്കാതെയാണ് കാണാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് അടിച്ച് കണ്ടു കഴിഞ്ഞാൽ അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ ബിഗ് ബോസ് സീസൺ 4ൻ്റെ ഫെയിമായിട്ടുള്ള ഡോക്ടർ റോബിൻ ഇന്നേ വരെയും എത്ര കാറുകൾ സ്വന്തമാക്കി, അതിൽ എത്ര എണ്ണം ഡോക്ടർ റോബിൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഡോക്ടർ റോബിൻ സ്വന്തമാക്കിയ ആദ്യത്തെ കാറാണ് താറ്. താറെന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടി പുള്ളിക്കാരൻ 15 ലക്ഷം രൂപ കൊടുത്താണ് ഈ ഒരു താറെന്ന് പറഞ്ഞാൽ ആ ഒരു XUV ഡോക്ടർ റോബിൻ സ്വന്തമാക്കിയത്. പിന്നെ അതിന് ശേഷം ഡോക്ടർ റോബിൻ വാങ്ങിച്ചതാണ് ഷെവർലൈറ്റിൻ്റെ ഒരു വണ്ടി. ഷെവർലൈറ്റിൻ്റെ കൃത്യമായിട്ട് മോഡൽ അറിയില്ല. 10,50,000 രൂപ വാല്യൂബിൾ ആയിട്ടുള്ള ആ ഒരു വണ്ടിയാണ് ഡോക്ടർ റോബിൻ അടുത്തതായിട്ട് മേടിച്ചിട്ടുള്ളത്. പിന്നീട് ഡോക്ടർ റോബിൻ മേടിച്ചത് BMW ആണ്. BMW സെക്കൻഡ് ഹാൻഡ് ആണ് മേടിച്ചത്. ഏകദേശം 65 ലക്ഷം രൂപ ഉള്ള ആ ഒരു BMW കാറിൻ്റെ 30 ലക്ഷം രൂപ കൊടുത്തിട്ട് പുള്ളിക്കാരൻ അതിൻ്റെ സെക്കൻഡ് ഹാൻഡ് ആണ് മേടിച്ചത്. പിന്നീട് ഡോക്ടർ റോബിൻ സ്വന്തമാക്കിയ ഒരു വണ്ടിയാണ് നമ്മുടെ ലാൻഡ് റോവർ. അതിന് ഏകദേശം 80 ലക്ഷം രൂപ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാറ് ഡോക്ടർ റോബിൻ അതും സെക്കൻഡ് ഹാൻഡ് തന്നെയാണ് സ്വന്തമാക്കിയത്. ഏകദേശം 50 ലക്ഷം രൂപയ്ക്കാണ് ഡോക്ടർ റോബിൻ ആ ഒരു ലാൻഡ് റോവർ കാറും റോബിൻ്റേതാക്കി മാറ്റിയത്. അങ്ങനെ ഡോക്ടർ റോബിൻ ഇത്രയും കാറുകൾ മേടിച്ച് നിൽക്കുമ്പോഴാണ് വലിയ ഒരു ഡീഗ്രേഡിങ്ങിലൂടെ ഡോക്ടർ റോബിൻ്റെ കൂട്ടുകാരായിരുന്ന വ്യക്തികൾ ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ പോർഷെ പനമേര അത് ഡോക്ടർ റോബിന് വാങ്ങിക്കാൻ പറ്റില്ല, മറ്റുള്ള കാറുകളൊക്കെ റോബിൻ ലോണിലാണ് മേടിച്ചത്, റോബിൻ ഒരു ഉഡായിപ്പാണെന്നൊക്കെ പറഞ്ഞ് റോബിൻ ഒരിക്കലും പോർഷ പനമേര എന്ന് പറഞ്ഞ ആ ഒരു കാർ മേടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. ഡോക്ടർ റോബിൻ ഇതൊരു സ്കൂളിൽ ഇനോഗ്രേഷന് പോയപ്പോഴാണ് ഈ ഒരു പോർഷെ പനമേര എന്ന് പറഞ്ഞ ആ ഒരു കാറിൻ്റെ പേരെടുത്തിട്ടതും പിന്നീട് ഒരുപാടധികം ട്രോളുകൾക്ക് ഇരയായതും പിന്നീട് പോർഷ പനമേര എന്ന് പറഞ്ഞ കാറിൻ്റെ പോസ്റ്റുകളോ വീഡിയോകളോ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അങ്ങനെ 2023 ആ ഒരു വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാരുടെ മുഖത്തടിച്ചതുപോലെ 2023 അവസാനമായ സമയത്ത് തന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പോർഷ പനമേര എന്ന് പറഞ്ഞ ആ ഒരു കാറ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ റോബിൻ ആ ഒരു കാറ് സ്വന്തമാക്കിയത് അബുദാബിയിൽ നിന്നായിരുന്നു. ഇന്ത്യയിൽ ഏകദേശം 1,68,00,000 രൂപ വില വരുന്ന ആ ഒരു കാറ് അബുദാബിയിൽ 1,48,00,000 രൂപയ്ക്കാണ് ഡോക്ടർ റോബിൻ സ്വന്തമാക്കിയത്. നീല കളർ പോർഷെ പനമേരയാണ് ഡോക്ടർ റോബിൻ സ്വന്തമാക്കിയത്. ഡോക്ടർ റോബിൻ്റെ ഗ്യാരേജിൽ ഏറ്റവും വാല്യൂബിൾ ആയിട്ടൊരു കാറ് തന്നെയാണ് പോർഷെ പനമേര എന്ന് പറയുന്നത്. പിന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ ഗ്യാരേജിൽ ഇപ്പോൾ 5 കാറുകളാണുള്ളത്. ഈ 5 കാറുകളുടെയും പ്രൈസ് തമ്മിൽ കൂട്ടി നോക്കിയാൽ ഏകദേശം 3 കോടി രൂപയോളം വരുന്ന കാറുകൾ ഡോക്ടർ റോബിൻ്റെ ഗ്യാരേജിലുണ്ട്. അപ്പോൾ 3 കോടിയാണ് റോബിൻ്റെ കാറിൻ്റെ വാല്യൂസ് നമുക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് ബിഗ് ബോസ് സീസൺ 5ൻ്റെ വിന്നറായിട്ടുള്ള അഖിൽ മാരാറിൻ്റെ കാർ കളക്ഷനെ പറ്റിയാണ് പറയാനുള്ളത്. അഖിൽ മാരാറിൻ്റെ ഗ്യാരേജിൽ 4 കാറുകളാണുള്ളത്. ഒന്നാമതായിട്ട് അഖിൽ മാരാർ സ്വന്തമാക്കിയത് ടാറ്റ ഹരിയർ എന്ന് പറഞ്ഞൊരു കാറാണ്. 14 ലക്ഷം രൂപയ്ക്കാണ് അഖിൽ മാരാർ ടാറ്റ ഹരിയർ സ്വന്തമാക്കിയത്. അതിനുശേഷമായിരുന്നു അഖിൽ മാരാർ നമ്മുടെ ബിഗ് ബോസ് സീസൺ 4ൻ്റെ ബിഗ് ബോസ് സീസൺ 5ൻ്റെ വിന്നറായതിന് ബിഗ് ബോസ് അല്ലെങ്കിൽ സുസൂക്കി കൊടുത്തൊരു സമ്മാനമായിട്ടുള്ള സുസൂക്കി ഫോർക്സൺ എന്ന് പറഞ്ഞ കാറ് അഖിൽ മാരാറിന് കിട്ടിയത്. ഏകദേശം 8 ലക്ഷം രൂപ വാല്യൂ ഉള്ളൊരു കാറാണ് ആ ഒരു സുസൂക്കിയുടെ ഫോർക്സൺ എന്ന് പറയുന്നത്. അതിനുശേഷം അഖിൽ മാരാർ സ്വന്തമാക്കിയ ഒരു വണ്ടിയാണ് വോൾവോ എന്ന് പറയുന്നത്. വോൾവോ ഏകദേശം 85 ലക്ഷം രൂപ വിലയുള്ള വോൾവോ കാറ് അഖിൽ മാരാർ സെക്കൻഡ് ഹാൻഡ് ആണ് സ്വന്തമാക്കിയത്. ഏകദേശം 40 ലക്ഷം രൂപയോളം മുടക്കി സെക്കൻഡ് ഹാൻഡ് ആണ് അഖിൽ മാരാർ സ്വന്തമാക്കിയത്. അതിനുശേഷം ഈ അടുത്ത നാളുകളിലായിട്ടാണ് അഖിൽ മാരാർ ഒരു പുതുപുത്തൻ മിനി കൂപ്പർ സ്വന്തമാക്കിയത്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എന്ന് അഖിൽ ഒരുപാടധികം ഇൻ്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കാറിന് ഏകദേശം 42 ലക്ഷം രൂപ മുടക്കിയാണ് അഖിൽ മാരാർ മിനി കൂപ്പർ S മോഡൽ കാറ് സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അഖിൽ മാരാറിൻ്റെ ഗ്യാരേജിലെ കാർ കളക്ഷൻ്റെ വാല്യൂ എല്ലാം കൂടി കൂട്ടി നോക്കിയാൽ ഏകദേശം 1 കോടി രൂപയുടെ കാർ അഖിൽ മാരാറിൻ്റെ ഗ്യാരേജിലുമുണ്ട്. 4 കാറുകളാണ് അഖിൽ ഇതുവരെ സ്വന്തമാക്കിയത്. അതിലുപരി അഖിലിനൊരു ജീപ്പ് കൂടിയുണ്ട്. അതിൻ്റെ വാല്യൂ കൃത്യമായിട്ട് അറിയില്ല. ജീപ്പ് ഏറ്റവും താന്നൊരു പൈസക്ക് മേടിച്ച് മോഡിഫിക്കേഷൻ ഒരുപാടധികം കാശ് കൂടിയിട്ടുണ്ടെന്ന് അഖിൽ ബിഗ് ബോസ് സീസൺ 5ൽ തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൻ്റെ വാല്യൂ കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് അത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. അഖിലിനും 5 വണ്ടികളാണ് അഖിലിൻ്റെ ഗ്യാരേജിലുള്ളത്.
വന്നിട്ടുള്ളത്. അപ്പോൾ ഡോക്ടർ റോബിൻ്റെയും അഖിൽ മാരാറിൻ്റെയും ഏതൊക്കെ വണ്ടികളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് സീസൺ 6ൻ്റെ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക.